أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1413 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാൻ്റെ പഠനത്തെ തുടർന്നുള്ള ആദ്യ ദിവസ ചർച്ചയാണെന്ന് ചർച്ചക്കാരമ്പം കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تلك آيات الكتاب الحكيم هدى ورحمة للمحسنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. صدق الله العلي العظيم. സൂറത്തുൽ ലുഖ്മാനിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാൻ എന്റെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയുണ്ടായി. അതേ തുടർന്നുള്ള ചർച്ചക്ക്, ചോദ്യങ്ങൾക്കും പ്രതികരണങ്ങൾക്കും ഒക്കെയുള്ള അവസരമായിട്ടാണ് നമ്മൾ 1-2 ദിവസങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ലതും ഉന്നയിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഈ ചാറ്റ് ബോക്സിൽ കുറിച്ചിടുകയോ ഇനി അതല്ലെങ്കിൽ നേരിട്ട് ലൈവായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇതിനകം ഈ സൂറത്തിന്റെ പഠനഘട്ടത്തിൽ പലരും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവ നിങ്ങളെ കേൾപ്പിക്കുകയും അതിനോടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യാം. ഒരു 22 ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ചിലതൊക്കെ വളരെ ക്വിക്കായിട്ട് അങ്ങ് വായിച്ചു പോവേണ്ടതേ ഉള്ളൂ. കാരണം അതിലൊരു ആവർത്തനത്തിന്റെ സ്വഭാവം ഉണ്ടാവും എന്നതിനാൽ വെറുതെ ഒന്ന് കേൾപ്പിച്ചങ്ങ് പോകാമെന്ന് വിചാരിക്കുകയാണ് അത്തരം സംഗതികൾ. അപ്പൊ ഈ സൂറത്തിന്റെ പഠനഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഉന്നയിച്ചിരിക്കുന്നത് ചിന്മയ ആണ്. അത് അള്ളാഹുവിന്റെ മാത്രം അടിമ എന്ന വിശ്വാസം പ്രചരിപ്പിച്ച് മനുഷ്യരെ ഇസ്ലാം മതത്തിനും അറബി സാമ്രാജ്യത്വത്തിനും ഇസ്ലാമിക ഭരണ നേതൃത്വത്തിനും അടിമകളാക്കി ഉപയോഗിക്കുകയല്ലേ ഇസ്ലാം ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിനുള്ള ഉത്തരം അല്ല എന്ന് മാത്രമാണ്. പിന്നെ അതിന്റെ വിശദാംശങ്ങൾ പലതവണ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളതാണ്. അതിന് ഒരു സത്യാന്വേഷിയുടെ സത്യം കണ്ടെത്താനുള്ള ആ സന്നദ്ധതയും മനസ്സുമൊക്കെ ഉള്ള വിധത്തിൽ വിഷയത്തെ സമീപിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചോദ്യം ഞാൻ അവിടെ വിടുകയാണ്. മറ്റൊന്ന് ചിന്മയ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഭൂമിയിൽ ലഭിച്ച മനുഷ്യ ജീവിതം നിസ്സാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മതത്തിൽ ഉറപ്പിക്കുന്ന ഇസ്ലാം മതം പ്രാവർത്തികമാക്കുന്നത് എല്ലാം ഭൗതിക താല്പര്യങ്ങളല്ലേ എന്നാണ്. സത്യവിശ്വാസികൾ അല്ലാത്തവരോട് പോരാടുക ഉൾപ്പെടെ
എല്ലാം ഭൂമിയിലെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലേ എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അതില് ഭൂമിയിൽ ലഭിച്ച മനുഷ്യ ജീവിതം നിസ്സാരമാണ് എന്നത് ഇസ്ലാം ഒരുപക്ഷെ ചിന്മയെ മനസ്സിലാക്കുന്ന വിധത്തിലല്ല അതിനെ ആ നിലക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും പ്രാധാന്യമുള്ള ഒരവസരമായിട്ടാണ് ഇസ്ലാം അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ലിയബ്ലുവക്കും ഫീമ ആതാക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജീവിതം എന്നതാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഈ ജീവിത അവസരം എന്നത് ഒട്ടും നിസ്സാരമല്ല. അത് വലിയ പ്രാധാന്യമുള്ള വളരെ സുപ്രധാനമായ ഒരു ഒരു അനന്തരഫലം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഭൗതിക ലോകത്തുള്ള ജീവിതം എന്നത്. അത് നിസ്സാരമാണ് എന്ന് ഒരു പക്ഷെ ധരിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് പാരത്രിക ജീവിതം അനന്തമായതാണ്. പാരത്രിക ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഭൗതിക ലോകത്ത്, ഐഹിക ലോകത്ത് ജീവിതം വളരെ നിസ്സാരമായതാണ്, ഹ്രസ്വമായതാണ് എന്നതാണ്. പക്ഷെ പാരത്രിക ജീവിതം പ്രധാനമാണല്ലോ. പാരത്രിക ജീവിതം എന്ന അനന്തമായ ജീവിതം ഒരാൾക്ക് ഫലപ്രദമായ വിധത്തിൽ ലഭിക്കണമെങ്കിൽ ഈ ഐഹിക ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. സ്വാഭാവികമായിട്ടും ഐഹിക ജീവിതം വളരെ സുപ്രധാനമാണ് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഐഹിക ജീവിതത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താത്ത ഒരാൾക്കും തന്നെ പാരത്രിക ജീവിതം ശോഭനമാകും എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോ ഈ ഐഹിക ജീവിതത്തെ നിസ്സാരമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്നത് ഒരു തെറ്റായ ആശയമാണ്. അത് ചോദ്യം ഉന്നയിച്ച ആൾക്കുണ്ടായിട്ടുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നാണ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ഒരു സാഹസം സാധിക്കുമോ എന്നത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഐഹിക ജീവിതം വളരെ ആകർഷകമാണ്, പ്രധാനമാണ്. അത് പരമാവധി അതിന്റെ നേട്ടങ്ങൾ കൊയ്യണം എന്നൊക്കെ പറഞ്ഞാലാണ് ആളുകൾ കൂടുതൽ അടുത്തു വരിക എന്നാണ്. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്മാര് സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ഒക്കെ ദുനിയാവിന്റെ പല മോഹന വലയങ്ങളിലും പെട്ടിട്ടാണ് ആളുകൾ അതിലേക്ക് വരാതിരുന്നതും അതിനോട് ശത്രുതയുള്ളവരായി മാറിയതും ഒക്കെ തന്നെ. അതുകൊണ്ട് ഐഹിക ജീവിതം നശ്വരമാണ്, നിസ്സാരമാണ്, അപ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മതത്തിലേക്ക് വളച്ചു കൂട്ടുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതും ചിന്മയുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മതം പ്രാവർത്തികമാക്കുന്നത് ഐഹിക ജീവിതം നിസ്സാരാണെന്ന് പറയുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇസ്ലാം പ്രാവർത്തികമാക്കുന്നത് ഭൗതിക താല്പര്യങ്ങളാണ് എന്നാണ് ചിന്മയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഭൗതിക താല്പര്യങ്ങളെ ഇസ്ലാം ഒട്ടും അവഗണിച്ചിട്ടില്ല. ഈ ഭൗതിക ജീവിതത്തിന്റെ കളരിയിൽ മികവ് കാണിച്ചുകൊണ്ട് മാത്രമേ പാരത്രിക ജീവിതം നേടാൻ കഴിയൂ എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വം തന്നെ. അതുകൊണ്ട് ഭൗതിക താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു സമീപനം ഇസ്ലാമിനില്ല. അത് വീണ്ടും ഒരു തെറ്റിദ്ധാരണയാണ്. സത്യവിശ്വാസികൾ അല്ലാത്തവരോട് പോരാടുക ഉൾപ്പെടെ എല്ലാം ഭൂമിയിലെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ലേ എന്നാണ്. സത്യവിശ്വാസികളല്ലാത്തവരോട് പോരാടാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. സത്യവിശ്വാസികളല്ലാത്ത ആളുകള് അക്രമികളായി ഇസ്ലാമിക സമൂഹത്തിനെ എതിർക്കുകയും അവരോട് ശത്രുത കാണിക്കുകയും അവരോട് പോരാടുകയൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവരോട് ഏതെങ്കിലും നിലക്ക് പ്രതികരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം സത്യവിശ്വാസികളല്ലാത്തവരൊക്കെയും തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രബോധിത സമൂഹമാണ്. അവർക്ക് ഒരു മോക്ഷമാർഗം കാണിച്ചു കൊടുക്കുക എന്ന ഒരു ചുമതല ഇസ്ലാമിക സമൂഹത്തിന്റെ മേൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. പ്രവാചകന്മാര് നിർവഹിച്ചിരുന്ന ദൗത്യമാണത്.
അതിന്റെ തുടർച്ചയും പൂർത്തീകരണവും ഒക്കെ വിശ്വാസികളായ ആളുകൾ നിർവഹിക്കേണ്ടതുമാണ്. അതിലൂടെ എന്തെങ്കിലും ഭൗതിക താല്പര്യം സാക്ഷാത്കരിക്കുക എന്നതല്ല. ഈ വിശ്വാസ മാർഗത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ജീവിത വെളിച്ചം കാണിച്ചു കൊടുക്കുകയും സത്യത്തിലേക്ക് അവരെ എത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ ചെയ്യാനുള്ളത്. അല്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വത്ത് പിടിച്ചടക്കാനോ നാട് പിടിച്ചടക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടുള്ള യുദ്ധം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു പോരാട്ടം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നതാണ്. അത് ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറയായി നിലകൊള്ളുന്ന വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലും വളരെ നിങ്ങൾ നിരീക്ഷിച്ചാൽ ഇത് കാണാൻ കഴിയും. ചില അപൂർവമായിട്ട് ഭൗതികതയുടെ പിടിയിൽ അമർന്ന മുസ്ലിം മേൽവിലാസമുള്ള ആളുകൾ പലപ്പോഴും അങ്ങനെയുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതിനെ തള്ളിക്കളയുന്നൊന്നുമില്ല. കാരണം ഇന്ന് ലോകത്ത് ഉള്ള ഇസ്ലാമിന്റെ പ്രതിനിധാനങ്ങളായിട്ട് നമ്മുടെ മുന്നിലുള്ള എല്ലാ സമൂഹങ്ങളും സംഘങ്ങളും രാഷ്ട്രങ്ങളും ഒക്കെ അവർ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗംഭീരമായിരിക്കും ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ അവസ്ഥ. അതല്ല എന്നതുകൊണ്ടാണ് ഇസ്ലാം വളരെ ദയനീയമായ അവസ്ഥയിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൗതികതയുടെ പിടിയിൽ അമരുന്നില്ല ഇസ്ലാമിക ലോകത്തെ ഭരണാധികാരികളും നേതാക്കന്മാരും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇസ്ലാം അതല്ല. എത്രത്തോളം അവർ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്നുവോ അത്രത്തോളം മാത്രമേ അവര് ഇസ്ലാം ആവുന്നുള്ളൂ. അല്ലാത്ത ഘട്ടങ്ങളിൽ അവർ ഇസ്ലാം അല്ലാത്തതാണ് പിന്തുടരുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമാണ് എന്ന് നിങ്ങൾ അവരുടെ മേലൊരു ചാപ്പ കുത്തി കൊടുത്തത് കൊണ്ടൊന്നും അവർക്ക് ജീവിത വിജയം നേടാൻ സാധ്യമല്ല. ജീവിത വിജയം നേടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിധത്തിലുള്ള വിശ്വാസ മാർഗം ഉൾക്കൊള്ളുകയും ആ കർമ്മസരണി പിന്തുടരുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശ്രമവും മുസ്ലിങ്ങൾ നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം അവരുടെ ഒരു പ്രത്യയ ശാസ്ത്രവും ദർശനവും ആദർശവും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന എല്ലാ ഘട്ടത്തിലും അവര് നിലക്കൊണ്ടിരുന്നത് ആത്യന്തികമായ വിജയത്തിന് വേണ്ടിയാണ് എന്നതാണ് വസ്തുത. ഭൗതിക താല്പര്യങ്ങളെ പൂർണ്ണമായി അവഗണിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു രീതിയോ ശൈലിയോ അല്ലതാണ്. ദുനിയാവിലാണ്, ഭൗതിക ലോകത്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കളരിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മളുടെ യോഗ്യതയും അർഹതയും തെളിയിക്കേണ്ടതും ഉള്ളത്. അതുകൊണ്ട് ഐഹിക ജീവിതത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഇസ്ലാമിന് ഇല്ല എന്നത് തറപ്പിച്ച് പറയാൻ സാധിക്കും. മറ്റൊന്ന്, സയ്യിദ് തങ്ങൾ ഉന്നയിച്ച ഒരു സംഗതി, അത് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയതാണ്, എന്നാൽ പോലും അത് പ്രസക്തമാണെന്നുള്ളത് കൊണ്ട് എല്ലാവരെയും കേൾപ്പിക്കുകയാണ്. നാളെ അറഫ ആണിന്റെയും പെണ്ണിന്റെയും ഭൂമിയിലെ ആദ്യ സമാഗമത്തിന്റെ ചേതോഹരമായ ഓർമ്മ പുതുക്കലായി ചിലർ ഇതിനെ കണക്കാക്കുന്നു. മുസ്ലിങ്ങൾ ദിക്കറിയാതെ നട്ടം തിരിയുന്ന ഈ വേളയിൽ അറഫ ഒരു പ്രതീക്ഷയാണ് എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. അപ്പോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ആദമിന്റെയും ഹവ്വയുടെയും ആദ്യത്തെ ആണും പെണ്ണും അവര് ഭൂമിയിൽ സംഗമിക്കുന്നത്, ഒത്തുചേരുന്നത്, പരസ്പരം തിരിച്ചറിയുന്നത് ഈ അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് എന്നതാണ്. അറഫ അറേബ്യയിലെ മക്കയോടടുത്തുള്ള ഒരു പ്രദേശമാണ് അറഫ എന്നത്. വിശാലമായ ഒത്തുചേരലിന് പറ്റുന്ന ഒരു വിശാലമായ ഒരു മൈതാനം ഒക്കെയുള്ള ഒരു സ്ഥലമാണ് അറഫ. അറഫ എന്ന വാക്കിന്റെ ആശയം പരസ്പരം തിരിച്ചറിഞ്ഞു എന്നതാണ്. ഒരുപക്ഷെ ആദമും ഹവയും പരസ്പരം തിരിച്ചറിയാൻ, ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടതിന് ശേഷം തിരിച്ചറിയാൻ അവസരമുണ്ടായ ഒരു ഇടം എന്ന നിലക്കായിരിക്കണം ആ പേര് വന്നിട്ടുണ്ടാകുക. പക്ഷെ ഇതൊക്കെ തന്നെ ആധികാരികതയുള്ള ഒരു നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഖുർആനോ സുന്നത്തോ വ്യക്തമായി പഠിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളല്ല. ഇസ്ലാമിക വേണമെങ്കിൽ ഇസ്ലാമിക പശ്ചാത്തലത്തില് രൂപപ്പെട്ടു വന്നിട്ടുള്ള ആശയങ്ങളും സമൂഹത്തില് ട്രഡീഷണൽ ആയിട്ട് മനസ്സിലാക്കി വരുന്നതുമായ കാര്യങ്ങളും ആണ് എന്ന നിലക്കാണ് അതിനുള്ള പ്രാധാന്യമുള്ളത്.
ഇത് തള്ളിക്കളയേണ്ട കാര്യവും യഥാർത്ഥത്തിൽ ഇല്ല. ഇങ്ങനെ ആവാം. ജദ്ദ എന്ന തൊട്ടടുത്തുള്ള ഒരു പട്ടണം, അതും അതിന്റെ പേരും ഇതുപോലെയുള്ള സൂചന നൽകുന്നതാണ്. ജദ്ദ എന്ന് പറഞ്ഞ ഗ്രാൻഡ് മദർ എന്നാണ് അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം. അതും ഹവ്വയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മനുഷ്യ ആവശ്യത്തിനു വേണ്ടി ആദ്യമായി ഭൂമിയിൽ പണിയപ്പെട്ട ഭവനം മക്കയിലെ കഅബയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യമായി പണിയപ്പെട്ടത് മക്കയിലെ ആ വിശുദ്ധ മന്ദിരമാണെങ്കിൽ ന്യായമായിട്ടും മനുഷ്യവാസം ആദ്യമായിട്ട് തുടങ്ങിയത് അവിടെയൊക്കെ തന്നെ ആവാൻ ഇടയുണ്ട്. ഭൂമിയിലേക്ക് മനുഷ്യരെ പറഞ്ഞുവിട്ട ആ ആദ്യഘട്ടത്തില് അവര് വന്നു ചേർന്നിട്ടുണ്ടാവാൻ ഇടയുള്ള ഒരു പ്രദേശമായിട്ട് ഇത് മനസ്സിലാക്കുന്നതിന് വലിയ പ്രാധാന്യം ഉണ്ട്. ആഫ്രിക്കയിലാണ് മനുഷ്യന്റെ ഉത്ഭവം എന്ന് ശാസ്ത്ര നിരീക്ഷണമുണ്ട്. ആഫ്രിക്കയിലേക്ക് വിഭവങ്ങൾ തേടിക്കൊണ്ട് ഈ വിഭവശൂന്യമായ പ്രദേശമായ മക്കയിൽ നിന്ന് പോയിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ അങ്ങനെ പോയതാവാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ പ്രഭവ കേന്ദ്രമായിട്ട് മക്കയെ മനസ്സിലാക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ മുസ്ലിങ്ങൾ ദിക്കറിയാത്ത നട്ടം തിരിയുന്ന ഈ വേളയിൽ അറഫക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. മക്കയിൽ അല്ലെങ്കിൽ അറഫയിൽ ഹജ്ജിന് വേണ്ടി വന്ന ആളുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറഫയിൽ ഒത്തുചേരുകയും അവരുടെ പടച്ചതമ്പുരാനുമായുള്ള മനസ്സലിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ചില സംഭവ വികാസങ്ങൾ തുടർന്നുണ്ടായതിന് ആ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വ്യക്തിപരമായിട്ട്. മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും ഏറെ വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ദിനംപ്രതി ധാരാളം ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് ഫലസ്തീന്റെയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പൊ ഈ കാര്യത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്ന വിധത്തിലുള്ള ചില നടപടികളിലേക്ക് ഇപ്പോ ആ ഭൂപ്രദേശത്തുള്ള ആളുകൾ നീങ്ങിയിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിരാലംബരായ, നിസ്സഹായരായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഉള്ള അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടായിരിക്കണം ഈ ഒരു ബുദ്ധിമോശം ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ഇറാനെ ആക്രമിക്കുക എന്നുള്ളത്. ഇറാൻ ആ വിധത്തില് ഇറാൻ ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ ആണവ കേന്ദ്രത്തെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയ കാരണത്താൽ മാത്രമാണ് ഇറാന് ഇസ്രായേലിനോട് പോരാടാൻ, അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ, അവരെ തിരിച്ചടിക്കാൻ, പ്രത്യാക്രമണം നടത്താനൊക്കെ അവസരം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാൻ ഇറാന് സാധിക്കില്ല. ഈ നമ്മൾ കണ്ടല്ലോ, ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിന് സൈന്യത്തെ ഉടനെ പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ അളവോളം ഇസ്രായേൽ സേനയെ ഗാസ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പിൻവലിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലായ്ക കാരണമായിട്ട് പിൻവലിച്ച ഒരു സംഗതിയാണ്. ഒരു ദയാദാക്ഷിണ്യം എന്നതോ മനുഷ്യത്വം എന്നതോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സമൂഹം അങ്ങേയറ്റത്തെ നിർദ്ദയത്വം കാണിച്ചുകൊണ്ട് അതിക്രൂരമായിട്ട് തങ്ങളെ ഒരു ഘട്ടത്തില് അഭയമില്ലാതെ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ അവർക്ക് അഭയം കൊടുത്ത്, ഇടം കൊടുത്ത്, അവരെ അക്കോമഡേറ്റ് ചെയ്തതിന് പ്രതിഫലമായിട്ട് അവര് ആ പ്രദേശത്തുള്ള ആളുകളോട് അതിക്രൂരമായ വിധത്തില് അവരെ ആട്ടിപ്പുറത്താക്കുകയും കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ആ ഭൂപ്രദേശം പിടിച്ചെടുക്കുകയാണ് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദ സമൂഹമോ സയനിസ്റ്റുകളോ ചെയ്തിട്ടുള്ളത് എന്നത് ചരിത്രമാണ്, എല്ലാവർക്കും അറിയാതെ. അപ്പൊ അവര് ഏതെങ്കിലും ഘട്ടത്തിൽ ദയ കാണിക്കും, അതുപോലെ കാരുണ്യമുള്ളവരാകും, മനുഷ്യപ്പറ്റുള്ളവരാകും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല.
അറബ് ഭരണാധികാരികൾ നട്ടല്ലില്ലാത്തവരായതുകൊണ്ടും അമേരിക്കയുടെ മൂടുതാങ്ങികളായിട്ട് നിലകൊള്ളുന്നവരായതുകൊണ്ടും അവര് യാതൊരു മുന്നൊരുക്കങ്ങളും ചെയ്യുന്നില്ല എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ വളരെ വ്യത്യസ്തമായൊരു ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഇറാന് ഏറ്റവും ചുരുങ്ങിയ കഴിഞ്ഞ ഒരു 10-70 വർഷങ്ങളായിട്ടെങ്കിലും ഉണ്ട് ഇറാന്റെ കാര്യത്തിൽ. വളരെ ഡിഗ്നിറ്റിയുള്ള, മാന്യതയുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് പിന്നിട്ട് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷനെ തുടർന്നുള്ള ഇതുവരെയുള്ള കാലത്ത് എല്ലാ അന്തർദേശീയ വിഷയങ്ങളിലും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അറഫയിലെയും റമദാനിലെയും ഒക്കെ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകിയ ഒരു ഉത്തരമായിട്ടാവണം ഈ ഒരു അവസരം ഇറാന് തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇസ്രായേലിന് കരുത്തിന്റെ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂ. അവർക്ക് ആയുധത്തിന്റെ ഭാഷ മാത്രമേ മനസ്സിലാവുള്ളൂ. അവരോട് സൗമ്യതയോ അല്ലെങ്കിൽ ഉഭയകക്ഷി സംഭാഷണത്തിന്റെയോ ഒന്നും സമീപനം സ്വീകരിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അത്രയും വലിയ ധാർഷ്ട്യവും ധിക്കാരവും കാണിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് അവര് നിലകൊള്ളുന്നത്. അത് കൂടുതൽ അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അറഫ ഇവിടെ പരാമർശിക്കപ്പെട്ടത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് നൽകുന്ന, ദിശാബോധം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിം ഹാജിമാർ അവിടെ വന്നു ചേർന്നുകൊണ്ട് ഒരൊറ്റ സമുദായമാണ് തങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ലോക തലത്തിൽ തന്നെ, ആഗോള തലത്തിൽ തന്നെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദിശയുണ്ട്, ഒരു ദൗത്യമുണ്ട് എന്നൊക്കെ ബോധ്യപ്പെടുന്ന, തിരിച്ചറിയുന്ന അവസരം, അത്തരം കാര്യങ്ങള് അവരുടെ മനസ്സിൽ കരുപിടിപ്പിക്കുന്ന ഒരു അനുഭവമാണ് അറഫ എന്നത്. ഹജ്ജിനു വേണ്ടി യാത്ര ചെയ്ത് അറഫയിൽ സംഗമിക്കുന്ന ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഞാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. മറ്റൊരു ചോദ്യം ചിന്മയ ഉന്നയിച്ചിരിക്കുന്നതാണ്. ദേശീയ പുരാണങ്ങളിൽ ഒരു ഹിരണ്യകശിപു ഉണ്ടായിരുന്നു. അയാളെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിച്ചുകൂടാ എന്ന നിർബന്ധമായിരുന്നു അയാൾക്ക്. പാട്ടും കലകളും ഒന്നും അദ്ദേഹവും അനുവദിച്ചിരുന്നില്ല എന്നാണ് കരുതപ്പെടുന്നത് എന്നാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിവരണം നമ്മുടെ ഈ സൂറത്തിലെ ചില ആയത്തുകളുടെ പഠനം നടത്തിയ ഘട്ടത്തില് നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചില വ്യക്തമാക്കലുകൾ, അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ചിന്മയ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ദേശീയ പുരാണങ്ങളിൽ എന്ന് പറയുമ്പോൾ ഭാരതീയ പുരാണങ്ങളില് ഒരു ഹിരണ്യ കശിപു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രം, അദ്ദേഹം താൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ എന്ന വാശിയുണ്ടായിരുന്ന ആളാണ്. അതുപോലെ പാട്ടും കലകളും ഒക്കെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുകയോ എതിർക്കുകയോ ചെയ്തിട്ടുണ്ട് അതിനെ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ലഹുൽ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സൂറത്തിലൊരു പരാമർശം വന്ന സന്ദർഭത്തിലാണ് ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ആ നിലക്കാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞ ഈ അപദമായ വർത്തമാനങ്ങൾ, അനാവശ്യമായ അല്ലെങ്കിൽ അർത്ഥശൂന്യമായ, പ്രത്യേകിച്ച് ഗുണപരമായ ഫലങ്ങളൊന്നും ഉളവാക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് പലതും കലയും സംഗീതവും അതുപോലെയുള്ള ആസ്വാദനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കൂടി ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഇസ്ലാം അത്തരം ചില സംഗതികളെ നിരുത്സാഹപ്പെടുത്തിയ കാര്യം അവിടെ സംസാര വിഷയമായിട്ടുണ്ടായിരുന്നു. അതിനെയാണ് അദ്ദേഹം ഹിരണ്യകശിപുവിന്റെ നിലപാടുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. ഹിരണ്യകശിപു ആരായാലും മനുഷ്യനായിരുന്നോ ദൈവമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഭാരതീയ പുരാണങ്ങളില് ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങള് അർദ്ധമനുഷ്യരും അർദ്ധദൈവങ്ങളും ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും നമുക്ക് കീറി മുറിച്ച് പരിശോധിച്ച് അത് എത്രത്തോളം അവരിൽ ദിവ്യത്വമുണ്ട്, എത്രത്തോളം മനുഷ്യരാണ് എന്നതൊന്നും തീരുമാനിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ആധികാരികതയോ വസ്തുനിഷ്ഠതയോ ഒന്നും
അത്തരം വിവരണങ്ങൾക്കോ ഐതിഹ്യങ്ങൾക്കോ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിരണ്യകശിപു വെറും ആ, ആ, പുരാണങ്ങളിലെയോ അല്ലെങ്കിൽ ഐതിഹ്യങ്ങളിലെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കെട്ടുകഥകളിലെയോ കഥാപാത്രം മാത്രമാണ്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സംഗതിയാണ്. അതിലാകെ വിഷയമായിട്ട് വരുന്നത് അദ്ദേഹം തന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു എന്നുള്ള ഒരു കാര്യവും പിന്നെ കലകളോടും സംഗീതത്തോടും ഒക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടും ആണ്. ഇസ്ലാം ഒരിക്കലും തന്നെ കല അതുപോലെയുള്ള സംഗതികളെ പൂർണ്ണമായിട്ട് വിലക്കിയിട്ടില്ല. നന്മ ആ, ഉയർത്തിപ്പിടിക്കുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, മനുഷ്യരിൽ ചിന്ത ഉണർത്തുന്ന, അവരെ അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കാൻ പ്രചോദിപ്പിക്കുന്ന തരത്തില് ഏത് കലാരൂപവും ഉപയോഗപ്പെടുത്തുന്നതിന് ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അത് പാട്ടായാലും നാടകമായാലും സിനിമയായാലും ഇതൊക്കെ തന്നെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന്റെ അവരില് നന്മയും ധർമ്മവും ഒക്കെ ഉദ്ദീപിപ്പിക്കുന്ന വിധത്തില് പ്രയോജനപ്പെടുത്തുക എന്നത് ഇസ്ലാം വിലക്കിയ ഒരു സംഗതിയല്ല. അത് പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ. പ്രഭാഷണം പോലെ, പാട്ട് പോലെ, അതുപോലെയുള്ള ആശയപ്രധാനമായ മനുഷ്യന്റെ പ്രയത്നങ്ങൾ പോലെ തന്നെ ഇതൊക്കെയും തന്നെ പ്രാധാന്യമുള്ള സംഗതികളായിട്ടാണ് ഈ വിശുദ്ധ ഖുർആനും സ്വീകാര്യമായ ഹദീസുകളും വെച്ചുകൊണ്ട് നമുക്ക് അത് സംബന്ധമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ മനുഷ്യനിൽ ദുസ്വാധീനം ഉണ്ടാക്കുന്ന, അവരില് അവരുടെ ധാർമ്മികതയെ തകർക്കുന്ന വിധത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന വിധത്തില് കലയായാലും സംഗീതമായാലും നാടകമായാലും സിനിമയായാലും അങ്ങനെയുള്ള സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു വിധത്തിലാണ് അത് ഉള്ളതെങ്കിൽ ഒരിക്കലും തന്നെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം അതിനെ ലഹുൽ ഹദീസ്, പലപ്പോഴും വലിയ അപകടകരമായ പലതിലേക്കും മനുഷ്യനെ എത്തിക്കുന്ന, ദുസ്വാധീനം ഉണ്ടാക്കുന്ന സംഗതികളായിട്ടേ ഇസ്ലാം കാണുന്നുള്ളൂ. അത് വിലക്കുള്ളതാണ് താനും. ഈ കശ്യപ്പിന് അങ്ങനെ വല്ല നിലപാടും ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ എല്ലാ മതദർശനങ്ങളും ആത്യന്തികമായിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്ത് സൂക്ഷ്മമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അതില് ഏകദൈവ വിശ്വാസം പഠിപ്പിച്ച പ്രവാചകന്മാരുടെ സന്ദേശവുമായിട്ട് ചെറിയ ബന്ധമൊക്കെ അതിനുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ചില മതങ്ങള് അല്ലെങ്കിൽ മത ദർശനങ്ങളും അവയുടെ ഇത്തരം സാഹിത്യ രചനകളും ഒക്കെ തന്നെ മൗലികമായ ആശയങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ട് ഒരു പക്ഷെ ആ ബന്ധം തന്നെ കണ്ടെത്താൻ പറ്റാത്ത വിധത്തില് അത് നശിപ്പിക്കപ്പെട്ടു പോയിട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതില് ഗവേഷണം നടത്തി അതിന്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്നത് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഖുർആന്റെ പ്രതലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാ ഭൂപ്രദേശങ്ങളിലേക്കും എല്ലാ കാലഘട്ടങ്ങളിലും അള്ളാഹു ദൈവിക ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്ന കാരണം ഇത്തരം ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിലും പഴയ കാലത്ത് ദൈവിക ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മുന്നിലുള്ള പല ഐതിഹ്യങ്ങളിലും അതുപോലെ അത്തരം സ്രോതസ്സുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന പലരും ഏതോ ഘട്ടത്തിൽ ദൈവിക ദൗത്യം നിർവഹിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നും നമുക്ക് പൊതുവായിട്ട് അനുമാനിക്കുക മാത്രമേ ഇത് സംബന്ധമായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാനത് സംബന്ധമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോ ഇസ്ലാം ഇവിടെ പരാമർശിക്കപ്പെട്ട വിധത്തിലാണ് ഹിരണ്യകശിപു എങ്കിൽ ഇസ്ലാം പോസിറ്റീവായ അഡ്വാൻറ്റേജസ് ഉണ്ടാക്കുന്ന കലയെയോ സാഹിത്യത്തെയോ അല്ലെങ്കിൽ അത്തരം പ്രയത്നങ്ങളെയോ ഒന്നും വിലക്കിയിട്ടില്ല എന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ അത് സംബന്ധമായിട്ട്. മറ്റൊന്ന് ഈ മൈത്തർ ഹമീദ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു പ്രതികരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇസ്ലാമിനെ സാഹചര്യം കിട്ടിയാൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന തന്റെ മയ്യത്ത് മെഡിക്കൽ കോളേജിന് നൽകുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണമെന്ന് പറഞ്ഞ എന്നെയും മുസ്ലിങ്ങളെയും വെല്ലുവിളിച്ച ക്ലബ് ഹൗസിലെ ഒരാളുടെ, ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളുടെ മയ്യത്ത് പള്ളിയിൽ അടക്കുന്നത് ഈരാറ്റുപേട്ടയിൽ പോയി ഞാൻ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്.
നമ്മളെ ക്ലബ് ഹൗസിൽ പങ്കെടുക്കാറുണ്ടായിരുന്ന ഒരാള് മരിച്ചു എന്നോ അദ്ദേഹത്തെ മുസ്ലിം ഖബർസ്ഥാനിൽ ഖബറടക്കി എന്നൊക്കെയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് കൂടുതൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും വിശ്വാസമില്ലാത്ത ഒരാളെന്ന നിലക്ക് ക്ലബ് ഹൗസിലെ വേദിയിൽ വന്ന് പല ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന ഒരാളുടെ കാര്യമാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ നാട്ടില് ഈ വിശ്വാസം നോക്കിയിട്ടൊന്നുമല്ല ഈ ഖബറടക്കം പോലെയുള്ള സംഗതികൾ ചെയ്യാറുള്ളത്. മുസ്ലിം കുടുംബങ്ങളില് പെട്ട ആളുകള് വിശ്വാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും മുസ്ലിം ഖബർസ്ഥാനുകളിൽ ഖബറടക്കലാണ് ഇവിടെ പിന്തുടർന്നു വരുന്ന ഒരു രീതി. അങ്ങനെ വേണ്ടാന്നൊന്നുമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ മണ്ണിനടിയില് മൃതദേഹം മറവ് ചെയ്യുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന രീതി. അത് മുസ്ലിം ആയാലും മുസ്ലിം അല്ലാത്തവരായാലും. മുസ്ലിം അല്ലാത്ത ആളുകളെ മറവ് ചെയ്യാതെ അങ്ങനെ എടുത്തു വെക്കുക എന്നുള്ള ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വൈകാരിക തലങ്ങൾ മുസ്ലിം കുടുംബങ്ങളിലും വ്യക്തികളിലും ഒക്കെ ഉണ്ടാകും. അപ്പം അതില് ഒരു ആവശ്യത്തിലേറെ ആവേശം കാണിച്ചുകൊണ്ട് അതിൽ ആളുകളുടെ ഈമാൻ പരിശോധിച്ച് മാത്രമേ മുസ്ലിം ഖബർസ്ഥാനിൽ ഖബറടക്കം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ധാരണയൊന്നും ആരും വെച്ച് പുലർത്താതിരിക്കുകയാണ് ഒരു സമൂഹത്തിന്റെ പൊതു നന്മ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് എന്നതാണ് ഞാൻ കരുതുന്നത്. അതിലൊരു പോസ്റ്റ്മോർട്ടം നടത്തി ആള് വിശ്വാസിയായിരുന്നോ അല്ലേ എന്നതൊന്നും പരിശോധിക്കുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല സമയം ആവുമ്പോൾ നിർവഹിച്ചോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൃതദേഹം അനാദരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്ന കാര്യം ഈ സന്ദർഭവുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ലെങ്കിലും ഞാൻ ഈ ഒരു വിഷയം വന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് ചിന്മയ ഉന്നയിച്ചിരിക്കുന്നത് മരിച്ച വ്യക്തിയുടെ സഹോദരൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നിർബന്ധമായി നടത്തിച്ചു എന്നാണ് കേൾക്കുന്നത് എന്നാണ്. അത് ഈ നേരത്തെ ഹമീദ് മേത്തർ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. മറ്റൊന്ന് മാതാപിതാ ഗുരു ദൈവതം എന്നാണ് ഭാരതീയ ചിന്ത പറയുന്നത്. ഇതല്ലേ ഏറ്റവും ഉയർന്ന ചിന്ത എന്നാണ് ചിന്മയെ ചോദിക്കുന്നത്. മാതാവും പിതാവും ഗുരുവും ദൈവവും, മാതാപിതാക്കളും അതുപോലെ ഗുരുവും ദൈവവും എന്നുള്ള ഒരു ആപ്തവാക്യം അവരൊക്കെയും പൂജനീയരാണ് എന്ന നിലക്ക് കാണുന്ന ഒരു സമീപനമാണ് ഭാരതീയ ദർശനത്തിലും ചിന്തയിലും ഒക്കെ ഉള്ളത്. അതാണ് കൂടുതൽ ഉത്തമമായത് എന്നതാണ് ചിന്മയ വെച്ച് പുലർത്തുന്ന ഒരു അഭിപ്രായം. ഇത് വസ്തുതാപരമല്ല എന്നതാണ് പറയേണ്ട ഒന്നാമത്തെ കാര്യം. മാതാവും പിതാവും എത്രത്തോളം ആരാധന അർഹിക്കുന്നവരാണ് എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോ അച്ഛനും ഓരോ അമ്മക്കും അറിയാം എന്തുമാത്രം പങ്ക് തൻ്റെ മക്കൾ ഉണ്ടായി വരുന്നതിൽ തനിക്ക് അവർക്കുണ്ട് എന്നത്. വളരെ പരിമിതമായിട്ടുള്ള ഒരു പങ്ക് മാത്രമാണ് അവർക്കുള്ളത്. അവരെ രൂപകൽപ്പന ചെയ്യുന്നത് മാതാവോ പിതാവോ അല്ല. അവരുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ അവർക്ക് വളരെ പരിമിതമായ പങ്കേ ഉള്ളൂ. അവരുടെ ദൈക്ഷണികമായ സാധ്യതകൾ നിർണയിക്കുന്നത് അവരല്ല. അവരുടെ ഭാവി നിർണയിക്കുന്നതും പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ വളരെ ഭാഗികമായിട്ട് മാത്രമേ മാതാപിതാക്കൾക്ക് അതിലൊക്കെ പങ്കുള്ളൂ. അതിന്റെ പേരില് ദൈവത്തെ പോലെ ദൈവതുല്യരായി അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്ഥാനത്തില് പൂജിക്കപ്പെടേണ്ടവരായി ആരാധിക്കപ്പെടേണ്ടവരായിട്ട് മാതാപിതാക്കളെ കാണണം എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം വെളിപ്പെടുത്തുന്ന കാര്യം. ഈ സൂറത്ത് ലുഖ്മാനിൽ തന്നെയാണല്ലോ ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകന് നൽകുന്ന ഉപദേശത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹു മാതാപിതാക്കളെ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ അത് അനുസരിക്കരുത്, അവരോട് നല്ല നിലക്ക് വർത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാതാവും പിതാവും ഗുരുവും ദൈവത്തെ പോലെയാണ് എന്ന് സങ്കല്പിക്കരുത്. മാതാവും പിതാവും പോലെയാണ്. അതുപോലെ ഗുരുവിനെ പോലെയാണ്. ദൈവം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തിനെയും
അതുപോലെ ഈ പറയപ്പെട്ട ഗുരുവിനെയും മാതാവിനെയും പിതാവിനെയും ഒക്കെ സൃഷ്ടിച്ചവനായ ദൈവവുമാണ്. ഇവരെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ളത് ഒട്ടും ലോജിക്കൽ അല്ല, ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവരൊക്കെയും തന്നെ വ്യത്യസ്ത അളവിലുള്ള ആദരവും ബഹുമാനവും അർഹിക്കുന്നു എന്നത് നമ്മൾ തള്ളിക്കളയുന്നുമില്ല. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാവും പിതാവും ആദരവ് അർഹിക്കുന്നവരും സ്നേഹം നൽകപ്പെടേണ്ടവരും ഒക്കെ തന്നെയാണ്. അതേപോലെ ഗുരുവിനെ കാണാൻ പറ്റൂല. നമ്മള് ഗുരു ഒരിക്കലും തന്നെ മാതാവിന്റെയും പിതാവിന്റെയും റോളിൽ നമുക്ക് എല്ലാ അർത്ഥത്തിലും അവരെ കാണാൻ പറ്റൂല. അറിവ് പകർന്നു തന്ന, വിജ്ഞാനം പകർന്നു തന്ന ആളുകൾ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അവരെ മാതാവും പിതാവും പോലെ കാണാൻ പാടില്ല. അത് കാണുന്നത് വലിയ അപകടം ഉണ്ടാക്കും. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അത് ശരിയായ ഒരു നിലപാടല്ല. ഗുരുവിനെ ഗുരുവായിട്ടേ കാണാൻ പാടുള്ളൂ. മാതാവിനെയും പിതാവിനെയും മാതാവും പിതാവുമായിട്ടേ കാണാൻ പാടുള്ളൂ. ഇതിന്നൊക്കെ വ്യത്യസ്തമായി ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ദൈവമായിട്ട് തന്നെ കാണണം. മാതാവിനെയും പിതാവിനെയും അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് അനുസരിക്കാൻ പറ്റൂല. മാതാവും പിതാവും ഏറ്റവും വലിയ അബദ്ധം പഠിപ്പിക്കുന്ന ആളാകുന്ന എത്രയോ അനുഭവങ്ങളില്ലേ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നമുക്ക് അവരുടെ മാതാപിതാക്കളുടെ നിലപാടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കളുണ്ട്. അബദ്ധം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അവരെ അനുസരിക്കാൻ പാടില്ല. അവരെ അതേ സമയത്ത് അവർക്ക് വേണ്ട സൗഹൃദവും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്തുകൊണ്ട് മാത്രമേ അവരോട് പെരുമാറാൻ പാടുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ ദറജയുണ്ട്, ഓരോ സ്ഥാനമുണ്ട്. അതാണ് പരിഗണിക്കേണ്ടത്. ഒരിക്കലും തന്നെ ദൈവത്തിന് നൽകുന്ന വിധത്തിലുള്ള വിധേയത്വം ഗുരുവിന് അല്ലെങ്കിൽ മാതാവിന് പിതാവിന് നൽകിക്കൂടാ എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അതേസമയത്ത് ഗുരുനിന്ദ നടത്താനോ മാതാക്കളെയും പിതാക്കളെയും നിന്ദിച്ചുകൊണ്ടോ അവരെ അനുസരണക്കേട് അവരോട് കാണിച്ചുകൊണ്ടോ ഉള്ള ഒരു നിലപാട് പാടില്ല എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ പാതകമാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഏറ്റവും വലിയ കുറ്റമായിട്ട് ഇസ്ലാം കാണുന്നത്. അതിന്റെ തൊട്ടുടനെ ഏറ്റവും അപകടകരമായ കുറ്റമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഹുഖൂഖുൽ വാലിദൈനാണ്. മാതാപിതാക്കളോട് നന്ദികെട്ട വിധത്തിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക എന്നതാണ്. അപ്പോ അതിന്റെ ആ ഗ്രേഡും പ്രാധാന്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇല്ലെങ്കിൽ ആകെ തലതിരിഞ്ഞ തകിടം മറിഞ്ഞ ഒരു മൂല്യവ്യവസ്ഥയുടെ ആളുകളായിട്ട് നമ്മൾ മാറും. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഗുരുവിനും ഒരു മാതാവിനും പിതാവിനും അൺകണ്ടീഷണൽ ആയിട്ട് വിധേയത്വം കൊടുക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അപ്പോ ഇതാണ് ഉയർന്ന ചിന്ത എന്നാണ് ചിന്മയ പറയുന്നത്. അത് ഉയർന്ന ചിന്തയല്ല. അത് ഒരുപക്ഷെ ഭാരതീയ ദർശനത്തിലുള്ള ഈ ആശയം ഒരു തെറ്റായി വേർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത. ദൈവിക മതത്തില് മാതാവിനെയും പിതാവിനെയും ആദരിക്കാനും ഗുരുവിനെ ആദരിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് ദൈവത്തെ ആരാധിക്കാനും അവന് വിധേയപ്പെടാനും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപോലെയാണ് എന്ന വിധത്തില് എല്ലാ വൃക്ഷത്തിനും ഒരു തളപ്പ് മതി എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് തെറ്റായ ഒരു ചിന്താഗതിയാണ് എന്നുകൂടി വ്യക്തമാക്കുകയാണ്. ഇനി ചിന്മയ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നന്ദി എന്ന പദം ഖുർആനിൽ ഉപയോഗിക്കുന്നത് സ്നേഹം എന്ന പദം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ അല്ലേ? അനിഷ്കുർ ലീ വലി വാലിദയ്യ എന്ന പ്രയോഗത്തെ പരാമർശിച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അവരെന്നോട് കൃതജ്ഞതയുള്ളവരായി തീരേണ്ടതുണ്ട്. അതുപോലെ അവരുടെ മാതാപിതാക്കളോടും ആ നിലക്ക് കൃതജ്ഞത ഉള്ളവരാവേണ്ടതുണ്ട് എന്ന നിർദ്ദേശം ഈ സൂറത്തുൽ ലുഖ്മാനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിഷയമാണത്. അപ്പോ ഇവിടെ നന്ദി എന്ന വാക്ക്, ശുക്ർ എന്ന വാക്ക് സ്നേഹം എന്ന വാക്കിന് പകരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് ചിന്മയുടെ നിരീക്ഷണം. അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ശുക്ർ എന്നതില് ആരോട് കാണിക്കുന്ന ശുക്രാണെങ്കിലും അതിലൊരു സ്നേഹവായ്പ അടങ്ങിയിട്ടുണ്ട്. അത് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഒരു സ്നേഹത്തിന്റെ എലമെന്റ് തീരെ ഇല്ലാതെ ഒരാളോടും ശുക്ർ കൃതജ്ഞത കാണിക്കുക സാധ്യമല്ല. എന്നാൽ അത് രണ്ടും രണ്ടാണ്. ആ വികാരം രണ്ടും രണ്ടാണ്.
കൃതജ്ഞത എന്നത് നമുക്ക് ഒരു കടപ്പാട് ഉണ്ടാകുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഒരു അമ്മക്ക് കുഞ്ഞിനോട് അല്ല, സ്നേഹം ഉണ്ടാവുന്നത് ആ കുഞ്ഞ് ഇങ്ങോട്ട് വല്ലതും ചെയ്തു തന്നുകൊണ്ടൊന്നുമല്ല. അതിന്റെ മുന്നേ തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ കുഞ്ഞിനോട് അമ്മക്ക് സ്നേഹം അനുഭവപ്പെടും. അതിനെ തുടർന്ന് കുഞ്ഞിന്റെ ശൈശവത്തില് അമ്മക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന അവസ്ഥക്ക് ഒക്കെ എത്തുന്നതിന്റെ എത്രയോ മുന്നേ ആ ആ- ആ സംഗതി കുഞ്ഞിനോടുള്ള വാത്സല്യവും സ്നേഹവും ഒക്കെ അമ്മക്ക് അനുഭവപ്പെടും. എന്നാല് ഇവിടെ കൃതജ്ഞത എന്നത് ശരിക്കും പ്രതിബദ്ധതയും കടപ്പാടും തന്നെയാണ്. അത് മാതാപിതാക്കളോട് മക്കള് ശരിക്കും കടപ്പെട്ടിട്ടുണ്ട്. ആ ഗർഭാവസ്ഥയിലും ശൈശവാവസ്ഥയിലും ഒക്കെ ആയിട്ട് മാതാപിതാക്കള് അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വലിയ സാക്രിഫൈസ് കാരണമായിട്ട് ആ ഒരൊറ്റ സംഗതിയുടെ പേരിൽ തന്നെ അവരോട് പ്രതിബദ്ധതയും കടപ്പാടും ഉള്ളവരാകണം എന്ന ഒരു കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുപോലെ പടച്ച തമ്പുരാനോട് കൃതജ്ഞതയുള്ളവരാവുക എന്നതും അള്ളാഹു മനുഷ്യനു വേണ്ടി ചെയ്തു തന്നിട്ടുള്ള വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് കൃതജ്ഞതയുള്ളവരാകാൻ ആവശ്യപ്പെടുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ അവിടെയും ഈ സ്നേഹം എന്ന വികാരത്തിനപ്പുറത്തേക്ക് ഒരു അനിവാര്യതയായ ഒരു സംഗതിയായിട്ട് അങ്ങനെ ഒരു ഒരു കടപ്പാട് കാണിക്കുക എന്നത് ഒരു കടമയും അനിവാര്യതയും ഒക്കെ ആയിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഇവിടെ നന്ദി എന്ന വാക്കിന് പകരം സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏത് കൃതജ്ഞതയുടെ രൂപത്തിലും ഒരു സ്നേഹത്തിന്റെ എലമെന്റ് അടങ്ങിയിട്ടുണ്ട് എന്നത് തർക്കരഹിതമായ ഒരു കാര്യമാണ്. സ്നേഹം ഉള്ളിന്റെ ഉള്ളിലില്ലാതെ ഒരാൾക്കും ഒരാളോടും നന്ദി കാണിക്കാൻ, കൃതജ്ഞത കാണിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. അപ്പോ അത്രയൊക്കെ ആ പദപ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ തുടർന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു സംഗതി യഥാർത്ഥത്തില് സ്നേഹമല്ലേ വേണ്ടത് എന്നതാണ്. തികച്ചും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ നന്ദി എന്ന പദമാണോ വേണ്ടത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് നന്ദി കാണിക്കുക എന്നത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായതാണ് എന്നത് ചിന്മയ സ്വന്തം നിലക്കങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് സ്വാർത്ഥതയുടെ കാരണത്താൽ ആവണം എന്നത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഒരാൾക്ക് ഒരു സ്വത്വവും ഒരു അസ്തിത്വവും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അയാളിൽ പല താല്പര്യങ്ങളും ഉണ്ടായി വരിക. എന്നാൽ അയാൾക്ക് അസ്തിത്വവും സ്വത്വവും ഒക്കെ നൽകിയിട്ടുള്ള പടച്ച തമ്പുരാനോട് കാണിക്കുന്ന കൃതജ്ഞത എന്നത്, നന്ദി കാണിക്കുക എന്നത് യഥാർത്ഥത്തിൽ സ്വാർത്ഥതയുടെ ഒരു സാധ്യത രൂപപ്പെട്ടു വരുന്നതിൻ്റെയൊക്കെ എത്രയോ മുന്നേ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. സ്വത്വം ഉണ്ടായി, അതുപോലെ ഒരു അസ്തിത്വം ഉണ്ടായി, താല്പര്യങ്ങൾ ഉണ്ടായി വന്നതിന് ശേഷമാണ് ഈ സ്വാർത്ഥത എന്ന സംഗതി വർക്ക് ചെയ്തു തുടങ്ങുക. അത് ഒരു മിസ്ഗൈഡഡ് ആയിട്ടുള്ള ഒരു വികാരവുമാണ് സ്വാർത്ഥത എന്നുള്ളത്. മിസ്ഗൈഡഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതേ കാര്യം തന്നെ സ്വാർത്ഥത അല്ലാത്ത വിധത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, പടച്ച തമ്പുരാനോട് ആവശ്യപ്പെടാം, തേടാം. അതിലെന്തപ്പോ മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്റെ സൃഷ്ടാവിനോട് എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കുന്നു എന്നതിൽ എന്ത് സ്വാർത്ഥതയാണുള്ളത്? എന്റെ സൃഷ്ടാവ് വേറെ ആർക്കും കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. വേറെ ആർക്കും ആവശ്യമുള്ളവർ ചോദിച്ചോട്ടെ, വാങ്ങിക്കോട്ടെ, അവർക്ക് കിട്ടട്ടെ. അതിനാർക്കാണ് തടസ്സമുള്ളത്? ഞാൻ എന്റെ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എന്നെ സൃഷ്ടിച്ച റബ്ബ് ഞാൻ എന്റെ ജീവിതം, എന്റെ മരണം വരെയുള്ള കാലം പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെയാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോ അത് പ്രയോജനപ്പെടുത്തുന്ന ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടി വരും. അത് പടച്ചതമ്പുരാനോട് ചോദിക്കുകയും അവന്റെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയുള്ള തേട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലെന്ത് സ്വാർത്ഥതയാണുള്ളത്? ആർക്കെങ്കിലും വല്ല സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു ദുർബലനാണോ അള്ളാഹു? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാർത്ഥത എന്നൊക്കെ പറയാം. അങ്ങനെയല്ലല്ലോ. എനിക്ക് എത്ര തന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ
അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അപ്പൊ അത് ആവശ്യമുള്ളവര് ചിന്മയക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പടച്ചമ്പുരാനോട് ചോദിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. താങ്കൾ അർഹിക്കുന്നതാണെങ്കിൽ പടച്ചമ്പുരാൻ അത് താങ്കൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തരുമല്ലോ. അതെല്ലാവരെയും പോലെ തന്നെ താങ്കൾക്കും ലഭിക്കും. അത് ചോദിക്കുകയാണ് വേണ്ടത്. അതിലൊരു സ്വാർത്ഥതയില്ല. താങ്കൾക്ക് തന്നു എന്നതിന്റെ പേരിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാതിരിക്കാൻ ഒരു അനിവാര്യതയും ഉണ്ടാവുന്നില്ല. അവന്റെ അടുക്കൽ ഇഷ്ടം പോലെ ഉണ്ട്. അവൻ ഖനിയാണ്, അവൻ അങ്ങേയറ്റത്തെ ഐശ്വര്യമുള്ളവനാണ്. അവന്റെ കയ്യിലുള്ള വിഭവങ്ങള്, സാധ്യതകളൊന്നും തീർന്നു പോവുകയില്ല എന്നതാണ് വസ്തുത. മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. 6:30 നമ്മളെ സമയം ഒരുപാട് നീണ്ടുപോയി. ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ദിവസം പരിഗണിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.